അതുപോലെ തന്നെ ചേച്ചിയെ നെഗറ്റീവ് പറഞ്ഞ് സ്വന്തമായിട്ട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അവരോട് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കാനുണ്ടെങ്കിൽ എന്തായിരിക്കും? ഈ കൂടെ എന്താ പറയാ, ഞാൻ നോക്കുമ്പോഴല്ല ഈ കൂട്ടുകാരായിട്ട് നിന്നവരാണ് തിരിഞ്ഞു പോകുന്നത്. അതെ, ഇതെന്താ സംഭവിക്കുന്നത്, എവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ചേച്ചിയുടെ ഇന്നലകളിലെ കൂട്ടുകാര് ചിലപ്പോ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഞാൻ ആരുമായിട്ട് അങ്ങനെ തിക്ക് കമ്പനിയായിട്ടൊന്നുമില്ല എങ്കിൽ പോലും ഇന്നലകൾ രേണു ചേച്ചി എന്ന് വിളിച്ചു വരും, അല്ലെങ്കിൽ രേണു ചേച്ചി ഇങ്ങനെ തന്നെ മുന്നോട്ടണോ, ആരെയും മൈൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞു. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേര് 2 ദിവസം ഈ കുറച്ച് നാളായതേ ഉള്ളൂ. ബിഗ് ബോസിൽ അവൾ ആരാണ്, എന്താണ് അവളൊരു ആർട്ടിസ്റ്റ് ആണോ, അവള് ബാർ ഡാൻസ് ചെയ്തില്ലേ, ഇതൊക്കെ പറയുമ്പോ ഞാനിങ്ങനെ നിൽക്കേ എന്തുവാണ് സംഭവം. അല്ലെ രേണു നന്നായിട്ട് പോട്ടെ സൂചേട്ടൻ എന്റെ ചങ്കാരെന്ന് പറഞ്ഞോളൂ, പിറ്റേ ദിവസം അവൾ ആശുപത്രി പോയി അത് ചെയ്തില്ലേ, അവൾ ആഘോഷം ചെയ്തില്ലേ, പിടികിട്ടി ആ ഒരു തിരിഞ്ഞു മറിയുവാണ്. ഇത് എന്താ സംഭവം വെച്ചാല് ഞാൻ ചിന്തിച്ചു വെച്ചത്, അവരുടെ പേര് പോലും ഞാൻ ഇപ്പോഴും പറയുന്നില്ല, പറയേണ്ട കാര്യം. ഞാൻ ചിന്തിച്ചു വെച്ചത് ചിലപ്പോ ഒരു റീച്ചിനായിരിക്കാം, എനിക്കറിയില്ല എന്തിനാന്ന്. കാരണം നേരിട്ട് എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായാലല്ലേ, നേർക്ക് നേരെ ഒരു സംസാരം ഉണ്ടായാലേ ശത്രുക്കളാന്ന് പറയാൻ പറ്റും. എനിക്കിപ്പോഴും ഇവര് ശത്രുക്കളല്ല, അവരെന്തിനും പറയട്ടെ. എന്നെ അവര് വന്ന് തല്ലിയാ എനിക്ക് ചിലപ്പോ ശത്രുവാകും. ഇതൊന്നും എന്റെ ശത്രുക്കളുടെ ഗണത്തിൽ പെട്ടവരല്ല ഇവരൊന്നും.